ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഫോർത്ത് ചാപ്റ്റർ ആയ ബാലൻസ്ഡ് ഡയറ്റ് ആണ്. ചെറിയൊരു ടോപ്പിക്കാണ്. ഒത്തിരിയൊന്നും നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻസ് വരാനില്ല. ഓക്കെ, അപ്പൊ എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് നോക്കാം. എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ പറയുന്നത്? A balanced diet provides all essential nutrients in the right proportions to maintain optimal health, support growth, and fuel your daily activities. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് അത്യാവശ്യമുള്ള ന്യൂട്രിയൻസ് എല്ലാം റൈറ്റ് പ്രൊപ്പോർഷൻസ്, അതിന്റെ ആവശ്യത്തിനുള്ള അളവിൽ നമ്മൾ കഴിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒപ്റ്റിമൽ ഹെൽത്തിന് വേണ്ടിയിട്ട്, അതുപോലെ സപ്പോർട്ട് ഗ്രോത്ത് ആൻഡ് ഫ്യൂവൽ യുവർ ഡെയിലി ആക്ടിവിറ്റീസ്. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനുള്ളൊരു ഇന്ധനമാണ് നമ്മൾ ഈ പറയുന്ന ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നതിലൂടെ കിട്ടുന്നത്. ഇറ്റ്സ് അബൌട്ട് വെറൈറ്റി, നോ റെസ്ട്രിക്ഷൻ. Incorporating food from different groups to give your body everything it needs to thrive. നമുക്ക് നമ്മുടെ ഒരു ദിവസത്തില് ആവശ്യമായ എല്ലാ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും നമ്മൾ ഉൾപ്പെടുത്തുന്നതിലൂടെ നമ്മൾക്ക് ആ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ദിവസത്തെ. അപ്പൊ അത് റൈറ്റ് പ്രൊപ്പോർഷൻ, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അളവിൽ കറക്റ്റ് സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ ബ്രെയിൻ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നതോടെ ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെന്റൽ ക്ലാരിറ്റി, നമുക്ക് മെന്റലി ക്ലാരിറ്റി ഉണ്ടാകാനായിട്ട് അത് സഹായിക്കുന്നു. കോൺസെൻട്രേഷൻ, മെമ്മറി, ഓവറോൾ കോഗ്നിറ്റീവ് ഫങ്ഷൻ ഫോർ മെന്റൽ പെർഫോമൻസ്, പീക്ക് മെന്റൽ പെർഫോമൻസ്. നമ്മുടെ കോൺസെൻട്രേഷനും മെമ്മറിയും അതുപോലെ തന്നെ കോഗ്നിറ്റീവ്, നമുക്ക് ബുദ്ധിപരമായ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ബ്രെയിനിന് ഗുഡ് ന്യൂട്രീഷൻ കിട്ടുന്നതിലൂടെ ബ്രെയിൻ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് ആണ് ഈ പറയുന്നത്. നമ്മുടെ മെന്റൽ പെർഫോമൻസ്, അതായത് പീക്ക് ആയിട്ടുള്ള മെന്റൽ പെർഫോമൻസ് ഒക്കെ മാറ്റിയിട്ട് നമ്മൾ നല്ല ക്ലാരിറ്റി ആയിട്ട് മെന്റൽ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയുന്നു. നമ്മുടെ മൂഡ് റെഗുലേഷൻ ഇത് സഹായിക്കുന്നുണ്ട്. ആന്റി ഓക്സിഡൻസ് ആൻഡ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് സപ്പോർട്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡക്ഷൻ, ഹെൽപ്പിംഗ് മെയിൻറ്റെയിൻ സ്റ്റേബിൾ മൂഡ് ആൻഡ് ഇമോഷണൽ വെൽബീങ്. നമ്മുടെ മൂഡ് സ്റ്റേബിൾ ആയിട്ട് നിർത്താനായിട്ട് സാധിക്കുന്നു. സാധാരണ രീതിയിൽ നമുക്ക് പല മൂവ്സിങ്സിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ഇമോഷണൽ വെൽബീയിങ്ങിന് ഇത് വളരെ നല്ലതാണ്. സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. മാഗ്നീഷ്യം, ഒമേഗ 3s ആൻഡ് ബി വൈറ്റമിൻസ് ഹെൽപ്സ് യുവർ ബോഡി കോപ്പ് വിത്ത് സ്ട്രെസ് ആൻഡ് റെഡ്യൂസ്ഡ് ആങ്സൈറ്റി ലെവൽസ് നാച്ചുറലി. ഇത് നമ്മൾ പറഞ്ഞത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതോടെ ബ്രെയിനിന് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ്, വെയിറ്റ് മാനേജ്മെന്റ്. ഇത് ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് വെയിറ്റ് മാനേജ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട് സിമ്പിൾ ആയിട്ട്. നാച്ചുറൽ ബാലൻസിലൂടെ ബാലൻസ്ഡ് ഡയറ്റ് ഹെൽപ്സ് മെയിൻറ്റെയിൻ ഹെൽത്തി വെയിറ്റ് ബൈ പ്രൊവൈഡിങ് ന്യൂട്രിയന്റ് dense foods that satisfy hunger while supporting optimal metabolism. നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വിശപ്പ് ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ നമുക്ക് വെയിറ്റ് എന്ത് ചെയ്യാനായിട്ട് ഒരു ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓവർ ഈറ്റിംഗ് നമുക്ക് ഇല്ലാതാക്കുന്നു. കാരണം നമ്മൾ പ്രോപ്പർ സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിലൂടെ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം എന്നുള്ളൊരു തോന്നൽ ഇല്ലാതാവുന്നു. പ്രിവെന്റ്സ് അൺഹെൽത്തി ഫുഡ് ക്രാവിങ്സ്, നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിനുള്ളൊരു ക്രാവിങ്സ് ഇല്ലാതാക്കുന്നു. സപ്പോർട്ട് സസ്റ്റൈനബിൾ ലോങ് ടൈം വെയിറ്റ് മാനേജ്മെന്റ്, ബൂസ്റ്റ് മെറ്റബോളിക് എഫിഷ്യൻസി. അതുപോലെ അടുത്ത വരുന്നത് ഡിസീസ് പ്രിവെൻഷൻ ത്രൂ ന്യൂട്രീഷൻ. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിലൂടെ അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡിസീസ് പ്രിവെൻഷൻ ആണ്. ഹാർട്ട് ഹെൽത്ത് ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നു. അതുപോലെ ഡയബറ്റിക് പ്രിവെൻഷൻ സാധിക്കുന്നു. ക്യാൻസർ പ്രൊട്ടക്ഷനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡൈജഷൻ ടു ഡിറ്റോക്സ്, ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് നമുക്കിത് തരുന്നുണ്ട്. അതുപോലെ നാച്ചുറൽ ഡിറ്റോക്സിഫിക്കേഷൻ നടത്തുന്നുണ്ട്. ബെറ്റർ സ്ലീപ്പ് ക്വാളിറ്റി. അപ്പോൾ ഡൈജസ്റ്റീവ് ഹെൽത്ത്, നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളമായിട്ട് നമ്മൾ കഴിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ ഡൈജഷൻ വളരെ ക്ലിയർ ആകുന്നു. അതുപോലെ ഡീടോക്സിഫിക്കേഷൻ നാച്ചുറൽ ആയിട്ട് നടക്കുന്നുണ്ട്. ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ട്. നമ്മുടെ ലിവറിനെയും കിഡ്നീസും ഒക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ വേസ്റ്റ് എലിമിനേഷൻ വളരെ നല്ല രീതിയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്.
നമ്മൾ നല്ല ഫുഡൊക്കെ കഴിക്കുന്നതിലൂടെ നമ്മുടെ ബോഡിയിലെ ഓർഗൻസ് ഒക്കെ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നതിലൂടെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ആ നാച്ചുറൽ ആയിട്ടുള്ള സ്ലീപ്പും നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നുണ്ട്. അതുപോലെ നമുക്ക് ബ്യൂട്ടിയും കിട്ടുന്നുണ്ട്. സാധാരണ രീതിയിൽ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ്, എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഉള്ളതാണ് നമ്മൾ നാച്ചുറലി നമ്മൾ നല്ല ഭംഗിയുള്ളവരായിട്ടിരിക്കുക, അതല്ലെങ്കിൽ ബ്യൂട്ടി ഫ്രം വിതിൻ, നമുക്ക് ഉള്ളിൽ നിന്നുള്ള ബ്യൂട്ടിയാണ് വളരെ നല്ലത്. അതായത് ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സണിനെ സംബന്ധിച്ച് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കോസ്മെറ്റിക്സോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് വരുത്തുന്നതിലും നല്ലത് നമുക്ക് ഉള്ളിൽ നിന്നുള്ള ബ്യൂട്ടിയാണ് എപ്പോഴും നല്ലത്. അതൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്യൂട്ടി ആയിരിക്കും. നമ്മുടെ റേഡിയന്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ആണ് പറയുന്നത്. അതിൽ എന്തൊക്കെ ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ ഉണ്ടായിരിക്കും, സ്ട്രോങ് ഹെയർ ആയിരിക്കും, സ്ട്രോങ് ബോൺസ് ആയിരിക്കും, ഹെൽത്തി ടീത്ത് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിലൂടെ കിട്ടുന്ന അവസ്ഥകളാണ് നമ്മുടേത്. കുറെ നാളത്തേക്ക് ലോങ്വിറ്റി, നമുക്ക് കൂടുതൽ കാലം ജീവിച്ചിരിക്കാനും ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് എനർജി, ബെറ്റർ മൂഡ്, ഇംപ്രൂവ്ഡ് ഫോക്കസ് വിത്തിൻ വീക്സ് ഓഫ് ഡയറ്ററി ഇംപ്രൂവ്മെന്റ്സ്, ഷോർട്ട് ടൈം ഗെയിംസ്, എൻഹാൻസ്ഡ് ഇമ്മ്യൂണിറ്റി, ബെറ്റർ സ്ലീപ്പ്, വെയിറ്റ് മാനേജ്മെന്റ് ആൻഡ് ഇംപ്രൂവ്ഡ് ഡൈജഷൻ വിത്തിൻ മന്ത്സ്. ഇമ്മീഡിയറ്റ്ലി ഒരു ബെനിഫിറ്റ് എന്ന് നമ്മൾ പറയുന്നത് എനർജി ഇൻക്രീസ് ചെയ്യുന്നു, ബെറ്റർ മൂഡ് ആയിരിക്കും, നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. ഷോർട്ട് ടൈമിൽ കുറച്ച് സമയത്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി, പ്രധാനമായിട്ടും ഇമ്മ്യൂണിറ്റി ആയിരിക്കും. അതുപോലെ നല്ലൊരു സ്ലീപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി ലോങ് ടേമിലേക്ക് വരുമ്പോൾ എന്തൊക്കെയായിരിക്കും വരുന്നത്, റിസ്കി ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യപ്പെടുന്നു, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, കൂടുതൽ കാലം നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചിരിക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് എന്താ, അതിപ്പോഴും ഒരു പെർഫെക്ഷൻ അല്ല. It's about making consistent, nourishing choices that support your body's incredible ability to heal, grow and thrive. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്മോൾ ചേഞ്ചസ് ലീഡ് ടു ബിഗ് റിസൾട്ട്. അതായത് ചെറിയ ചെറിയ സ്റ്റെപ്സ് ആണ് നമ്മളെ എന്തിലേക്ക് നയിക്കുന്നത്, വലിയ റിസൾട്ടിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഫ്യൂച്ചറിൽ നമ്മൾ എനർജറ്റിക് ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ വെൽബീയിങ് ആയിട്ട് ഇരിക്കാൻ സഹായിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.